രാമക്കൽമേട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് കാണേണ്ട 3 സ്പോട്ടുകളാണ്. കണ്ടു നോക്കിയാലോ. രാമക്കൽമേടിന്റെ ഹൃദയമായ രാമക്കൽ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. അത്യാവശ്യം നല്ലൊരു ട്രെക്കിംഗ് ചെയ്തിട്ട് വേണം ഇതിന്റെ മുകളിലോട്ട് എത്താൻ. മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാട്ടോ. കമ്പം, തേനി, മേഘമല അങ്ങനെ തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല കിടിലൻ കാറ്റ് തന്നെ കേട്ടോ. ഇടുക്കി ഡാമിന്റെ അമരക്കാരൻ എന്നറിയപ്പെടുന്ന കുറുവൻ കുറത്തി സ്റ്റാച്യു ആണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. അഡൾട്ടിന് 25 രൂപയും കുട്ടികൾക്ക് 15 രൂപയാണ് ഫീസ് വരുന്നത്. ഇതിന്റെ മുൻവശത്തിനേക്കാളും നല്ലത് ബാക്കിലൂടെ കയറുന്നതാണ്. അതാകുമ്പോൾ വണ്ടി അവിടെ മുകളിൽ വരെ എത്തും കേട്ടോ. കുട്ടികൾക്കായിട്ട് ഒരു പാർക്കും കൂടെ ഇവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് റോഡ് സർവീസ് ആയ ആമക്കൽ വ്യൂ പോയിന്റ് ആണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. ഗുണ കേവ് പോലത്തെ ഒരു അടിപൊളി ഗുഹയ്ക്കുള്ളിലൂടെയാണ് നമുക്ക് ഇതിന് വ്യൂ പോയിന്റിലേക്ക് പോകേണ്ടത്. അടിപൊളി വൈബുള്ള സ്ഥലമാണ്. ഓഫ് റോഡ് ജീപ്പിൽ തന്നെ പോകാൻ ശ്രമിക്കുക, അതാവും നന്നാവുക. ഇത് മൂന്നും കൂടാതെ കുരുവിക്കാനത്തുള്ള കാറ്റാടിപ്പാടവും രാമക്കൽമേട് വന്നിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണേണ്ട സ്പോട്ട് തന്നെ കേട്ടോ. അതിരാവിലത്തെ ഇവിടുത്തെ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവൽ തന്നെയാണ്. നമ്മുടെ മനസ്സിന് ഭയങ്കര ഒരു കുളിർമയാണ് കേട്ടോ. കിടിലം വൈബുള്ള സ്ഥലമാണ്, മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം. ഇനി രാമക്കൽമേടിൽ നിന്ന് കമ്പമേട് ചുരം ഇറങ്ങി കമ്പത്ത് നിന്ന് ഏകദേശം ഒരു 3 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന കിടിലം മുന്തിരിത്തോട്ട് എത്തും. രാമക്കൽമേടിൽ നിന്ന് ഏകദേശം 28 കിലോമീറ്റർ ആണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. എന്തായാലും ആ ദൂരം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ വെറുതെ ആവില്ല. അടിപൊളി വൈബുള്ള സ്ഥലമാണ്. കുറെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ മുന്തിരി ജ്യൂസും അടിപൊളി തന്നെ കേട്ടോ. 50 രൂപയാണ് റേറ്റ് വരുന്നത്. രാമക്കൽമേട്ടിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ട സ്ഥലങ്ങൾ മാത്രമാണ് ഇതിൽ പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ.